ഇന്ന് നിരീശ്വരവാദത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ലോകത്ത് ഇന്ന് വളരെ വേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായ ജനവിഭാഗമാണ് ദൈവവിശ്വാസം ഇല്ലാത്ത ജനങ്ങൾ. ഒരു ദൈവത്തിലുള്ള വിശ്വാസം അവർക്ക് വളരെ വേഗം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതിന്റെ കാരണം? 2-3 കാര്യങ്ങൾ മാത്രം ഇന്ന് ഈ വീഡിയോയിൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് അജ്ഞത, ഇഗ്നോറൻസ്. ദൈവത്തെക്കുറിച്ച് അവർക്ക് പഠിക്കുവാൻ താല്പര്യമില്ല. ദൈവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഞങ്ങളുടെ ജീവിതചര്യകൾ എങ്ങനെയെങ്കിലും മുൻപോട്ട് കടന്നു പോകണം എന്നുള്ള മാനസിക അവസ്ഥയിൽ കൂടെ അനേകര് കടന്നു പോകുന്നു. അതുകൊണ്ട് അവർക്ക് ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് താല്പര്യമില്ല. അങ്ങനെ ആ അവസ്ഥയിലുള്ളവർക്ക് അവര് അജ്ഞതയിൽ കൂടി കടന്നു പോവുകയാണ്. രണ്ടാമതായിട്ട് നമ്മൾ നിരീശ്വരവാദത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അനേകരെ നിരീശ്വരവാദത്തിലോട്ട് തിരിയുന്നത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ പരാജയങ്ങളുടെ ഫലമായിട്ടാണ്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഈ രോഗങ്ങൾ ഉണ്ടായി എന്നത് പഠിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തോടുള്ള മറുതലിപ്പും ദൈവത്തോടുള്ളതായ ചോദ്യം ചെയ്യലും, എന്തുകൊണ്ട് ദൈവം എനിക്കിത് വരുത്തിയെന്നാണ് പലരും ഇങ്ങനെയുള്ള കഷ്ടങ്ങളുടെ മധ്യത്തിൽ ചോദിക്കുന്നത്. അതവരെ റിബലിയസ്നെസ്സിലോട്ടും, അതായത് ദൈവസ്ഥനിൽ നിന്നും അകന്നു പോകുന്നതിലോട്ട് അവരെ നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പോൾ ജീവിത പരാജയങ്ങളിൽ കൂടി കടന്നുപോയ അനേക നേതാക്കന്മാരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവരിൽ പലരും ഇന്ന് കമ്മ്യൂണിസ്റ്റ്, മാർക്സിസ്റ്റ് അല്ലെങ്കിൽ നിരീശ്വരവാദ ആശയങ്ങളിലോട്ട് തിരിഞ്ഞു പോകുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഈ കഷ്ടങ്ങൾ കടന്നു വന്നത്? അപ്പോൾ കഷ്ടങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അനേക കാര്യങ്ങൾ ദൈവവചനത്തിൽ, വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ളതായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ദൈവഭാഗത്തോട്ട് തിരികെയും ദൈവത്തിന് നമ്മളുടെ ഉദ്ദേശം മനസ്സിലാക്കുകയുമാണ് വേണ്ടുന്നത്. നമ്മുടെ കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെ മധ്യത്തിൽ ദൈവത്തെ നാം ഉപേക്ഷിച്ച് ദൈവമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ദൈവം എന്ന ആ വ്യക്തി അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ അധിപൻ ദൈവം ഒരിക്കലും ഇല്ലാതെയാകുന്നില്ല എന്ന വസ്തു നമ്മൾ മനസ്സിലാക്കണം. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നിരീശ്വരവാദത്തിന്റെ ഒരു പ്രധാന കാരണം, ഒരു കുട്ടി ജനിച്ച് വീഴുന്ന അന്തരീക്ഷം, ഭവനം നിരീശ്വരവാദികളുള്ള ഭവനമാണെങ്കിൽ യാദൃശ്യമായിട്ട് ആ കുട്ടി വളർന്നു വരുന്നതും നിരീശ്വരവാദത്തിന്റെ അനുഭവത്തിലായിരിക്കും. നമുക്കറിയാം, ചൈന, റഷ്യ അല്ലെങ്കിൽ പല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങള്, നോർത്ത് കൊറിയ, ഇങ്ങനെ അനേക രാജ്യങ്ങളുണ്ട്. അവിടെയൊന്നും മതവിശ്വാസമല്ല. അവിടെ വരുന്ന കുട്ടികൾ ആ ഒരു വിശ്വാസത്തിലാണ് അവൾ വളർന്നു വരുന്നത്. അത് മാത്രമല്ല, അങ്ങനെയുള്ള പല രാജ്യങ്ങളിൽ അവർ ഈ യഥാർത്ഥ മതത്തെ അവർ പഠിപ്പിക്കുവാൻ അനുവദിക്കുന്നില്ല. ജനത്തിന് വേണ്ടുന്നതായ ഫ്രീഡം അവര് ഒരു വശത്ത് കൊടുക്കുന്നില്ല എന്നുള്ള ദുഃഖകരമായ ഒരു വസ്തുത അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്നും ഞാൻ പറഞ്ഞത്, ഒരു പ്രത്യേക ഐഡിയോളജിയിൽ ജനിച്ചു വളർന്ന കുട്ടികൾ ആ ഐഡിയോളജിയെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ അവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആ കോൺഷ്യസ് അവരെ ദൈവത്തിലോട്ട് നയിക്കുമ്പോൾ അതിന് വിപരീതമായിട്ട് അവരുടെ ആ പശ്ചാത്തലം അവർക്ക് അതിനുള്ള അനുവാദം കൊടുക്കുന്നില്ല. അതിന്റെ ഫലമായിട്ട് അവർ വീണ്ടും നിരീശ്വരവാദത്തിൽ തന്നെ നിലനിൽക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കഴിയുന്ന ജീവിതങ്ങളെ ഓർത്ത്, ജനിച്ചു വളർന്ന കുട്ടികളെ ഓർത്ത് നമ്മൾ ദിവസങ്ങൾ പ്രാർത്ഥിക്കുകയും എങ്ങനെ അവരെ നിരീശ്വരവാദത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാം എന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായിട്ട് കുറെ അധികം ആൾക്കാരെ നിരീശ്വരവാദത്തിലോട്ട് തിരിയാൻ കാരണം അവർക്ക് സത്യം, ദൈവം ഉണ്ട് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായ അറിവുണ്ടെങ്കിലും അവര് പർപ്പസ്ഫുള്ളി അവര് സത്യത്തെ നിഷേധിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോവുകയാണ്. കാരണം അവരുടെ ജീവിതത്തിൽ ടെമ്പററി ബെനിഫിറ്റ്സുകൾ അവർക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ദൈവത്തെ നിഷേധിച്ചെങ്കിൽ മാത്രമേ മതിയാകുകയുള്ളൂ. വേദപുസ്തകത്തിൽ പറയുന്ന ദൈവം നീതിമാനും സത്യവാനും അതോടൊപ്പം തന്നെ കരുണയുള്ളവനും വിശുദ്ധനുമായ ഒരു ദൈവത്തെയാണ് വേദപുസ്തകത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കും. ഏകദൈവം. അപ്പോൾ ഇങ്ങനെയുള്ള ഏകദൈവത്തെ നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ ഏകദൈവത്തിന്റെ നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മനുഷ്യർക്ക് എല്ലാ വിധത്തിലുള്ളതായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ കഴിയുകയില്ല. അപ്പോൾ അങ്ങനെ താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി, താൽക്കാലികമായ സുഖങ്ങൾക്ക് വേണ്ടി അനേകര് ഇന്ന് ദൈവത്തെ ഉപേക്ഷിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, എന്റെ ഇഷ്ടത്തിന് അനുസരണമായിട്ട് നിൽക്കാൻ ഒരു ദൈവത്തെ എനിക്ക് വേണ്ട. ആ ഒരു ചിന്തയാണ് നമുക്ക് പല വ്യക്തി ജീവിതങ്ങളും കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അവർ ഒരുപക്ഷെങ്കിൽ നിരീശ്വരവാദത്തിലോട്ട് അല്ലെങ്കിൽ മറ്റ് ഐഡിയോളജികളിലോട്ട് തിരിയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. മറ്റു മതങ്ങൾ, പ്രത്യേകിച്ചും കമ്മ്യൂണിസം, മാർക്സിസം, അതോടൊപ്പം നിരീശ്വരവാദം, ഇങ്ങനെയുള്ള പല ഐഡിയോളജികളിൽ അവർക്ക് പലതും ഇഷ്ടമുള്ളത് പലതും പ്രവർത്തിക്കുവാനായിട്ട് ഫ്രീഡം ആ ഐഡിയോളജീസ് കൊടുക്കുന്നുണ്ട്.
കാരണം അവിടെ പാപത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഡെഫിനിഷൻസ് ഒന്നുമില്ല, ഹ്യൂമൻ വാല്യൂസിനെ കുറിച്ചുള്ള വ്യക്തമായ ഡെഫിനിഷൻസ് ഒന്നുമില്ല. അപ്പോൾ ചില നാച്ചുറൽ ലോസിന്റെ അടിസ്ഥാനത്തിലാണ് അവർ മനുഷ്യ ജീവിതത്തെ അവര് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, ആത്മീയമായി ചിന്തിക്കുമ്പോൾ, നിരീശ്വരവാദത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ്. നിരീശ്വരവാദികൾ ദൈവത്തെ വിശ്വസിക്കുന്നില്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് നിരീശ്വരവാദത്തിൽ അവർ വിശ്വസിക്കുന്നതിന്റെ ഫലമായിട്ട് അവര് പിശാചിനെ ആരാധിക്കുകയും പിശാചിന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിയിരിക്കുകയാണ് എന്ന് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഹിന്ദു ഫിലോസഫി പഠിക്കുമ്പോൾ, ഹിന്ദു ഫിലോസഫിയിൽ ഒരു പ്രത്യേക ഫിലോസഫിയിൽ വിശ്വസിക്കുന്നവർക്ക് അവർക്ക് ദൈവം എന്ന് പറഞ്ഞ അസ്തിത്വത്തെ വിശ്വസിക്കേണ്ടതായ ആവശ്യമില്ല. ഏകദേശം അതിനോട് സിമിലർ ആയിട്ടാണ് നിരീശ്വരവാദത്തിൽ വിശ്വസിക്കുന്നവർ ചെയ്യുന്നത്. നിരീശ്വരവാദത്തിൽ വിശ്വസിക്കുന്നവർ ദൈവം ഇല്ലാന്ന് വിശ്വസിക്കുമ്പോൾ അത് അതിൽ തന്നെ ഉള്ളതായ ഒരു അസ്തിത്വത്തിലാണ് അവര് വിശ്വസിക്കുന്നത്. അതായത് ഇത് നിരീശ്വരവാദത്തിന്റെ പ്രവൃത്തികൾ പിശാചിന്റെ ഫലമാണ് മനുഷ്യനിൽ കൊണ്ട് എത്തിക്കുന്നത്. പിന്നെ നമ്മള് ഈ ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ ദൈവം ഉണ്ട് എന്ന് തെളിയിക്കുവാൻ അനേക പ്രൂഫുകൾ ദൈവശാസ്ത്രത്തിൽ ട്രഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ മോഡേൺ തിയോളജിയൻസ് നൽകി തരുന്നുണ്ട് അവരുടെ പഠനത്തിന്റെ ഫലമായിട്ട്. എന്നാൽ ഇങ്ങനെയുള്ളതായ ഈ ട്രഡീഷണൽ പ്രൂഫ്സിനെ നിരീശ്വരവാദികൾ നിഷേധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് അതിന് വ്യക്തമായ ആൻസറുകൾ അവർക്ക് കൊടുക്കുവാനായിട്ട് കഴിയുന്നില്ല എന്ന ഖേദകരമായ വസ്തുതയും ഉണ്ട്. അവര് ചിലര് റീസൺ ഇല്ലാത്തതായ ആർഗ്യുമെന്റ്സ് കൊണ്ടെത്തിച്ച് മനുഷ്യരെ തെറ്റായ വഴികളിലോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെയുള്ളതായ ആർഗ്യുമെന്റ്സിനെ കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇത് നിങ്ങൾക്ക് ചിന്തിക്കുവാൻ വേണ്ടി മാത്രം ഉള്ള ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ കരുതിയാൽ മതി. ദൈവം ഉണ്ടായെന്ന് പ്രൂവ് ചെയ്യാൻ വേദപുസ്തകത്തിലും അല്ലെങ്കിൽ വേദപുസ്തകത്തിന് പുറത്തും അനേക തിയറികൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മറ്റു ദിവസങ്ങളിൽ നിങ്ങളത് സമയം കിട്ടുമ്പോൾ ഏതെങ്കിലും പുസ്തകം വായിച്ച് അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. പിന്നീട് അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന അനേകം നിരീശ്വരവാദത്തിലോട്ട് തിരിയുവാനായിട്ടുള്ള ഒരു കാരണം ക്രിസ്തീയ നേതാക്കന്മാരുടെ സാക്ഷ്യമില്ലായ്മയാണ്. അല്ലെങ്കിൽ നമുക്കറിയാം സഭയിലെ പാസ്റ്റേഴ്സ്, സഭയിലെ എൽഡേഴ്സ്, അവരിൽ നിന്നും ജനം ആഗ്രഹിക്കുന്നത് നല്ലൊരു സാക്ഷ്യം, നീതിയോടുകൂടിയുള്ള ഒരു പ്രവർത്തനം, ആത്മീയമായ ഒരു നല്ല നേതൃത്വം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ജനം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ അതിലുപരിയായിട്ട് ആ നീതിയോടുകൂടിയുള്ളതായ ഭരണം ആത്മീയമായിട്ട് ജനത്തെ നയിക്കുന്നതിലുപരിയായിട്ട് സ്വയം ലക്ഷറി ലൈഫിലോട്ട് അവർ പോകുന്നതിന്റെ ഫലമായിട്ട് ജനങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുവാൻ പലപ്പോഴും ഇടയായിട്ടുണ്ട്. ഇങ്ങനെ അകന്നു പോകണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അങ്ങനെ പല സാഹചര്യങ്ങളും അങ്ങനെ ലീഡേഴ്സിന്റെ അല്ലെങ്കിൽ അധിപതികളുടെ മോശമായ പെരുമാറ്റം മൂലം അനേകർ ദൈവത്തെ ത്യജിച്ച് പോയിട്ടുള്ള ചരിത്രം നമ്മൾ കാണുന്നു. പ്രത്യേകിച്ച് കാർൽ മാർക്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതാണ് കാണുവാൻ കഴിയുന്നത്. കാർൽ മാർക്സിന്റെ ഭവനം അവര് ദൈവവിശ്വാസികളാണ്, ക്രിസ്ത്യാനികളായിരുന്നു. എന്നാൽ സഭയുടെ തെറ്റായ പ്രവണതകൾ നിമിത്തം കാർൽ മാർക്സ് ദൈവവിശ്വാസം വെടിഞ്ഞ് കമ്മ്യൂണിസം, മാർക്സിസം എന്ന ഐഡിയോളജിയുടെ വ്യക്തമായിട്ട് തീർന്ന ചരിത്രമാണ് നമുക്ക് ചരിത്രത്തിൽ കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. അപ്പോൾ അതൊരു വളരെ ദുഃഖകരമായ ഒരു വസ്തുതയാണ്. അപ്പോൾ അങ്ങനെ നിരീശ്വരവാദത്തിലോട് തിരിഞ്ഞവർക്കും പറയുവാൻ കഴിയുകയില്ല ദൈവമില്ല എന്നുള്ളത്. അത് അവരുടെ ജീവിതത്തിന്റെ പരാജയങ്ങൾ മൂലം അവർ ദൈവത്തെ നെഗ്ലക്ട് ചെയ്ത് ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇന്ന് ലോകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. പിന്നീട് നിരീശ്വരവാദികളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവരിൽ അനേകരും യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ഒളിച്ചോട്ടം ചെയ്യുന്നവരാണ്. യഥാർത്ഥ റിയാലിറ്റി ഫേസ് ചെയ്യുന്നതിനൊക്കെ ഉപരിയായിട്ട് ഒരു ഷോർട്ട് കട്ട് മെത്തേഡായിട്ട് നിരീശ്വരവാദത്തെ കണക്കാക്കുകയും അതിന്റെ ഫലമായിട്ട് അനേകരെ അവര് വീണ്ടും തെറ്റിലോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രവണതയാണ് ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ദൈവമില്ല എന്ന് പറയുമ്പോൾ അതിൽ പലരും കരുതുന്നുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളൊരു പ്രത്യേക ജ്ഞാനത്തിലോട്ട് കടന്നു വന്നവരാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഞങ്ങൾ നിഷേധിക്കുന്നതിന്റെ ഫലമായിട്ട് ഞങ്ങൾ ഒരു പ്രത്യേക സ്റ്റേജിൽ ഒരു മറ്റുള്ളവരെക്കാൾ ഉന്നതരാണ് എന്നുള്ള ഒരു സൈക്കോളജിക്കൽ ഫീലിങ്സ് ഇവരിൽ പലർക്കുമുണ്ട്. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടി അവര് ഈ ഒരു നിരീശ്വരവാദത്തെ പിന്തുടരുന്ന വ്യക്തികളായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പിന്നീട് നമ്മൾ വേദപുസ്തകം പഠിക്കുന്ന അനേക നിരീശ്വരവാദികൾ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ കഴിയുമോ? നമ്മുടെ ഈ പ്രപഞ്ചത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ മോറൽ ലോസ് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ആ ഘടന ഇതിനെയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ ദൈവം ഒരു സൃഷ്ടിതാവ് ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്.
നിരീശ്വരവാദികൾ ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ദൈവത്തെ കാണിച്ചു തരുവാൻ കഴിയും? ഇന്ന് നമ്മൾ ഓർക്കണം, നമ്മൾ കണ്ടതുകൊണ്ടല്ല ഇന്ന് അനേക കാര്യങ്ങൾ ഇന്ന് പ്രപഞ്ചത്തിൽ നടക്കുന്നത്. കാണാത്ത അനേക കാര്യങ്ങളുടെ ഫലമായിട്ടാണ് പ്രപഞ്ചം ഇന്ന് മുൻപോട്ട് പോകുന്നത്. നമ്മൾക്ക് കാണാത്ത കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിവില്ല, പൂർണ്ണമായിട്ട് അറിവില്ല. ഈ പ്രപഞ്ചത്തിന് തന്നെ 99% കുറിച്ചും നമ്മൾ കണ്ടിട്ടില്ല, നമുക്ക് അറിയത്തില്ല. പക്ഷെ നമ്മൾ അത് വിശ്വസിക്കുകയാണ്. ആ വിശ്വാസം ഒരു ബ്ലൈൻഡ് ബിലീഫ്, അന്ധവിശ്വാസമല്ല, ഇതൊരു സത്യ വിശ്വാസമാണ്. കാണാത്ത കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാട് നമുക്ക് അനേക കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന അനേക സൂക്ഷ്മ ജീവികളുണ്ട്. മനുഷ്യർ ഇതുവരെയും കണ്ടുപിടിക്കാത്ത അനേക കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോഴും ഇതൊക്കെ ഇല്ല എന്നല്ല നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങ് ആ രീതിയിൽ ലോജിക്കായിട്ട് ചിന്തിച്ചാലും ദൈവം ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിരീശ്വരവാദികളുടെ ആ ചോദ്യം, ദൈവത്തെ ഞങ്ങൾക്ക് കാണിച്ചു തരുവാൻ കഴിയുമോ? പിന്നീട് നമ്മൾ നിരീശ്വരവാദത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അവര് അനേകര് സയൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് സയൻസും ദൈവവും തമ്മിൽ, അല്ലെങ്കിൽ ദൈവ ചിന്താഗതികളും തമ്മിൽ കോൺട്രഡിക്ഷൻ ഉണ്ടായെന്നുള്ളതാണ്. പക്ഷെ അതൊരു വ്യക്തമായിട്ട് അവർക്ക് ഒരിക്കലും പ്രൂവ് ചെയ്യാനായിട്ട് കഴിയുന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാര് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയാണ് ഇസ്രായേൽ ജനം എന്ന് പറയുന്നത്. ലോകത്തിലെ വലിയ സയന്റിസ്റ്റുകൾ മുഴുവനും ഇസ്രായേലിൽ നിന്നുള്ളവരാണ്. അല്ലെങ്കിൽ ലോകത്തിലെ അനേക വലിയ വലിയ സയന്റിസ്റ്റുകൾ അവർ ദൈവവിശ്വാസികളായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് തന്നെ ഒരു തെളിവാണ്. വലിയ വലിയ ജ്ഞാനികൾ, ദൈവവിശ്വാസികളായ സയന്റിസ്റ്റുകൾ ഒരിക്കലും അവർ നിഷേധിക്കുന്നില്ല ദൈവത്തിന്റെ അസ്തിത്വം എന്നുള്ളത്. അവർ വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, അവർ വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് ബുദ്ധി തന്നത് ദൈവമാണ് എന്നാണ് അവർ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. എന്നാൽ അല്പം സയൻസിനെ കുറിച്ച് അറിവുള്ള ഈ നിരീശ്വരവാദികൾ അവർ ദൈവത്തെ നിഷേധിക്കുമ്പോൾ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്നതായ അവരുടെ അറിവിന്റെ പരിമിതികളെ കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ദുഃഖിക്കേണ്ടത്. അവര് ദൈവത്തെ നിഷേധിക്കുന്നതിന്റെ ഫലമായിട്ട് അവര് വേദപുസ്തകം പറയുന്നതനുസരിച്ച് ഒരു നിത്യ നരകത്തിലോട്ട് കടന്നു പോകും. മനുഷ്യര് ദൈവത്തെ നിഷേധിക്കുന്നതിന്റെ ഫലമായിട്ട് ഒരിക്കലും അവർക്ക് ദൈവവിശ്വാസത്തെ തകർത്ത് കളയുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ നിരീശ്വരവാദികളെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ സഭയ്ക്കുള്ളിലും നിരീശ്വരവാദികൾ, ദൈവവിശ്വാസം ഇല്ലാത്തവര് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് സഭാ നേതൃത്വം യൗവനക്കാരുടെ ഇടയിൽ അവരെ കണ്ടെത്തി ഒരു ദൈവവിശ്വാസത്തിലോട്ട് നയിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ പാപത്തിൽ കഴിയുന്ന ജനത്തിന് ഏറ്റവും നല്ല ഒരു ടീച്ചിങ്സ് ആണ് ദൈവമില്ല എന്ന് പറയുന്നത്. അവർക്ക് എങ്ങനെയും ജീവിക്കുവാനായിട്ട് കഴിയും. പാപത്തിൽ കഴിയുന്നവർക്ക് ദൈവമില്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് പ്രസക്തിയില്ല. അപ്പോൾ ഇതൊക്കെ മനുഷ്യരെ പാപ ജീവിതത്തിന്റെ വർധനവിലോട്ട് ഈ അന്ത്യകാലത്ത് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ നിരീശ്വരവാദികളെ ഓർത്ത് പ്രാർത്ഥിക. ലോകത്തിൽ അന്നങ്ങളോ ഒന്നുകൂടി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അനേക രാജ്യങ്ങൾ നിരീശ്വരവാദത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. അന്ത്യകാലത്ത് മറ്റ് മതസ്ഥർ മാത്രമല്ല, മറ്റ് ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇവരെല്ലാം ഓർത്ത് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. അവരെ യേശുക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയിലോട്ട് നയിക്കുകയും അവരെ നിത്യരാജ്യത്തിന്, ദൈവരാജ്യത്തിന് അവകാശികളാക്കി തീർക്കുവാനും വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.